സംസ്ഥാനത്ത് UDF മുന്നണി വിപുലീകരണ ചർച്ചകളുമായി മുന്നോട്ട് പോകുമ്പോൾ UDFിലേക്ക് ഇടതുപക്ഷത്തിൽ നിന്നും ഇനി വരുമെന്ന് ഏറ്റവും കൂടുതൽ കേൾക്കുന്ന പേര് RJDയുടേതാണ്. അതിൻ്റെ ഒരു കാരണം ഇടതുമുന്നണിയിൽ ഏറ്റവും അസംതൃപ്തരായി നിലനിൽക്കുന്ന പാർട്ടി RJDയാണ്. RJD പലപ്പോഴും ആ അസംതൃപ്തി പരസ്യമായി തുറന്ന് പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ ഏറ്റവും പുതിയൊരു വിവരം വരുന്നത് കോഴിക്കോട് കോർപ്പറേഷനിലെ RJDയുടെ പരാജയം സംബന്ധിച്ച് കോഴിക്കോട് ജില്ലയിലെ RJDയിൽ വലിയ അമർഷം ഇടതുമുന്നണിയിൽ ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ്. കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് 5 ഇടത്താണ് ഇത്തവണ RJD മത്സരിച്ചത്. ഈ 5 ഇടത്തും RJDയുടെ സ്ഥാനാർത്ഥികൾ പൂർണ്ണമായും പരാജയപ്പെടുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ ഒരു സാഹചര്യമുണ്ടായത് CPIMൻ്റെ പിന്തുണയില്ലായ്മ, പ്രത്യേകിച്ച് പ്രാദേശിക CPM നേതൃത്വം RJDയുമായി ഇഴഞ്ഞു നിന്നു. അതുകൊണ്ട് തന്നെ RJD സ്ഥാനാർത്ഥികളെ തോൽപ്പിച്ചു എന്നൊരു വികാരമാണ് പൊതുവെ RJDയുടെ ജില്ലാ നേതൃത്വത്തിനുള്ളത്. ഈ ഒരു അതൃപ്തി ജില്ലാ നേതൃത്വം അത് പ്രകടമാക്കുകയും ചെയ്തു. RJDയുടെ ജില്ലാ കമ്മിറ്റിയിൽ ഇത് സംബന്ധിച്ച ചർച്ചകൾ ഉയർന്നു വരികയും ചെയ്തു. ഇനി ഇത് സംബന്ധിച്ച് LDFിൻ്റെ ജില്ലാ നേതൃത്വത്തിന് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് RJD നേതൃത്വം. പ്രധാനമായും RJD നേതൃത്വം മത്സരിച്ച 5 ഇടങ്ങളെന്ന് പറയുന്നത് ഒന്ന് നടക്കാവാണ്. നടക്കാവിൽ വിൽഫ്രഡ് രാജിനെയായിരുന്നു സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നത്. അവിടെ RJDയുടെ വിൽഫ്രഡ് രാജ് 3ാം സ്ഥാനത്തേക്ക് പുറന്തള്ളപ്പെടുന്നൊരു സാഹചര്യമാണുള്ളത്. അവിടെ കോൺഗ്രസിലെ അഗ്നിവേശാണ് വിജയിച്ചത്. അഗ്നിവേശ് വിജയിച്ചത് 860 വോട്ടിനാണ് അഗ്നിവേശ് S ചെറോത്ത് അവിടെ വിജയിച്ചത്. വിൽഫ്രഡ് രാജ് 619 വോട്ടിന് 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുന്ന ദയനീയമായൊരു സാഹചര്യമുണ്ടായിരുന്നു. ഈ RJD സ്ഥാനാർത്ഥിയെ വിൽഫ്രഡ് രാജിനെ നിർത്തുമ്പോൾ തന്നെ പ്രാദേശിക CPM നേതൃത്വം ഇതുമായി സഹകരിക്കില്ല എന്ന് വ്യക്തമായൊരു ഉറപ്പ്, ഒരു കാര്യം ഈ LDF നേതൃത്വത്തെ അറിയിച്ചിരുന്നു. എന്നാൽ LDFിൻ്റെ ജില്ലാ നേതൃത്വം ഇടപെട്ട ആ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമമൊക്കെ നടത്തിയിരുന്നു. പക്ഷേ വിൽഫ്രഡ് രാജിന് വേണ്ടി കാര്യമായ LDF നേതാക്കൾ ആരും തന്നെ, പ്രത്യേകിച്ച് CPMൻ്റെ ഭാഗത്തുനിന്നും ആരും തന്നെ അവിടെ പ്രചരണത്തിന് ഇറങ്ങിയില്ല എന്ന ഒരു വികാരം RJDക്കകത്ത് ശക്തമാണ്. മറ്റൊന്ന് മൂന്നാലിങ്കൽ വാർഡാണ്. മൂന്നാലിങ്കൽ വാർഡിൽ RJD വിജയിക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്ന ഒരു സ്ഥലമാണ് എന്ന് RJD നേതൃത്വം പറയുന്നു. അവിടെ നേരത്തെ RJD നേതാവ് തോമസ് മാത്യുവിനെയായിരുന്നു ആദ്യം സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരുന്നത്. പിന്നീട് CPIMൻ്റെ സമ്മർദ്ദത്തെ തുടർന്ന് സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് ലീഗിൽ നിന്നും രാജിവെച്ച റംലത്തിനെ RJDയിലേക്ക് മെമ്പറായി അവിടെ ഉൾപ്പെടുത്തുകയും പിന്നീട് റംലത്തിനെ അവിടെ മത്സരിപ്പിക്കുകയും ചെയ്തു. പക്ഷേ അവിടെയും പരാജയമായിരുന്നു ഫലം. അങ്ങനെ അന്ന് വൈകിട്ട് തന്നെ ഈ തോമസ് മാത്യുവിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച് പിൻവലിച്ച അന്ന് വൈകിട്ട് തന്നെയാണ് റംലത്തിനെ പിന്നീട് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കേണ്ടി വരുന്നത്. അത് CPM സമ്മർദ്ദത്തെ തുടർന്നാണ് എന്ന് പറയുന്നു. മറ്റൊന്ന് കാരപ്പറമ്പ് പ്രതീക്ഷയുണ്ടായിരുന്നു. ഈ വാർഡ് വിഭജനത്തെ തുടർന്ന് പുതിയ വാർഡ് വിഭജനം വന്ന പശ്ചാത്തലത്തിൽ കാരപ്പറമ്പ് BJPയുടെ സിറ്റിംഗ് സീറ്റാണെങ്കിൽ കൂടിയും ഇത്തവണ LDFന് സാധ്യത കൽപ്പിച്ചിരുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഹാഷിത എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയെ RJD സ്ഥാനാർത്ഥിയെയും മത്സരിപ്പിക്കുന്ന CPIMൻ്റെ സമ്മർദ്ദം കൊണ്ടാണ് എന്ന് പറയുന്നത്. പക്ഷേ അവിടെയും CPIMൻ്റെ പിന്തുണയുണ്ടായില്ല എന്നാണ് പറയുന്നത്. മറ്റൊന്ന് മാവൂർ റോഡ് വാർഡിൽ നസീമ ഷാനവാസ്, ആഴ്ചവട്ടത്ത് പ്രിയ എന്നിവരാണ് മത്സരിച്ചത്. ഈ 5 ഇടങ്ങളിലും CPIMൻ്റെ പിന്തുണയുണ്ടായില്ല എന്ന് പറയുന്നു. ഒപ്പം തന്നെ LDFിനകത്ത് 7 സീറ്റുകളായിരുന്നു RJD ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ 2 സീറ്റുകൾ ചുരുക്കി അത് 5 ആയിട്ടാണ് നൽകിയത്. കഴിഞ്ഞ കൗൺസിലെല്ലാം തന്നെ RJDക്ക് ഒരു പ്രാതിനിധ്യമുണ്ടായിരുന്നു. ഇത്തവണ ആ പ്രാതിനിധ്യം പോലുമില്ലാത്ത രീതിയിലേക്ക് RJDയെ കോഴിക്കോട് കോർപ്പറേഷനിൽ സംപൂജ്യരാക്കിയത് CPIMൻ്റെ ഇടപെടലാണ് എന്ന ഒരു വികാരമാണ് RJDക്കകത്തുള്ളത്. അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ LDF നേതൃത്വത്തിന് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് RJD. ഇനി അതിനൊരു പരിഹാരം, കൃത്യമായ മറുപടി ആ ഒരു ഘട്ടത്തിൽ ഉണ്ടായിട്ടില്ലെങ്കിൽ തീർച്ചയായും മുന്നണി വിടുന്ന കാര്യങ്ങളടക്കം RJD നേതൃത്വം വളരെ ഗൗരവത്തോടുകൂടി ആലോചിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ UDFിലെത്തുന്ന ഇടതുമുന്നണിയിൽ നിന്നുള്ള ആദ്യത്തെ രാഷ്ട്രീയ പാർട്ടിയായി RJD മാറിയാലും അത്ഭുതപ്പെടാനില്ല എന്നുള്ളതാണ് പൊതുവെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.